ജയേന്ദ്ര മാസ്റ്റർ യാഥാർത്ഥ്യ ബോധത്തോടെ പ്രശ്നങ്ങളെ സമീപിക്കുന്നില്ല, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല. നമുക്ക് മുൻ അനുഭവങ്ങൾ ഉണ്ട്. ആ അനുഭവങ്ങളിൽ നിന്ന് പോലും നമ്മൾ പാഠങ്ങൾ പഠിക്കുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. എനിക്ക് തോന്നുന്നു സമാനമായിട്ടുള്ള ചിത്രം തന്നെയാണ് കോഴിക്കോടും ഉള്ളത്. മാസ്റ്ററുടെ പ്രദേശത്തും ഇതൊക്കെ തന്നെയാണ് ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാഷ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം പ്ലീസ്. ഇപ്പൊ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. അനിൽ നമ്പ്യാർ, നമ്മൾ സൂചിപ്പിക്കുന്ന മാതിരി, താങ്കൾ സൂചിപ്പിക്കുന്ന മാതിരി തന്നെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. സ്വാഭാവികമായിട്ടും ഇവിടെ പലരും പറഞ്ഞ മാതിരിയില് പ്രകൃതി ദുരന്തങ്ങളെ നമുക്ക് പൂർണ്ണമായും ഉന്മൂലനം ചെയ്യാനോ ഇല്ലാതാക്കാനോ കഴിയുകയില്ല. ചിലതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലുമുള്ളതല്ല, ചിലതൊക്കെ നമ്മുടെ നിയന്ത്രണത്തിൽ വരുന്നതുമാണ്. സ്വാഭാവികമായിട്ടും 2024 ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ 2018-19 വർഷങ്ങളിൽ കേരളം അനുഭവിച്ച, രാഷ്ട്രീയ സാമൂഹ്യ കേരളം അനുഭവിച്ച അതിഭീകരമായ ഒരു ചിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അതിനുശേഷം നമ്മളുടെ നദികളിലൂടെ ഒരുപാട് ജലമൊഴുകി പോവുകയും ഒരുപാട് സൂര്യാസ്തമയങ്ങളും ഉദയങ്ങളും അസ്തമയവും നമ്മൾ കാണുകയും ചെയ്തപ്പോൾ അധികാരവർഗത്തിൽ ഇരിക്കുന്നവർ വലിയ പ്രഖ്യാപനങ്ങൾ നമ്മുടെ മുമ്പാകെ വരുത്തി. അവർ പറഞ്ഞു, സുസ്ഥിരമായ വികസനമാണ് ഇനി നടക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെ അതിജീവിക്കുന്നതിനുള്ള വളരെ സുസ്ഥിരമായ വികസനവും പ്രകൃതിയോട് ഇണങ്ങുന്ന പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമെന്നുള്ള ധീരമായ പ്രഖ്യാപനം കയ്യടിയോടെയാണ് രാഷ്ട്രീയ കേരളം സ്വീകരിച്ചത്. പക്ഷെ നമ്മുടെ മുമ്പിലുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണ്? 2018 35 ഡാമുകൾ ഒരുമിച്ച് തുറന്നു വിടേണ്ടി വന്നതാണ് ദുരന്ത കാരണമെന്ന് നമ്മൾ ആശ്വസിച്ചു. 483 പേരാണ് കൊല്ലപ്പെട്ടത്, 14 പേരെയാണ് കാണാതായത്. ഓഗസ്റ്റിൽ 3,91,494 ലക്ഷം അത്രയും വീടുകളിൽ ദുരന്തം അനുഭവിച്ചപ്പോൾ 14,50,707 പേരെയാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിക്കേണ്ടി വന്നത് എന്ന് സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഏതാണ്ട് 40,000 കോടി രൂപയുടെ നാശനഷ്ടങ്ങളാണ് കേരളത്തിനുണ്ടായത് എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലുകളും കണക്കുകളും സൂചിപ്പിക്കുന്നത്. അന്ന് ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് മാസത്തിൽ കേരളത്തിലെ നിയമസഭ ചേർന്നു. ആ കാര്യത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും സമൂലമായ മാറ്റത്തിനും സഹകരണത്തിനും തയ്യാറായി. കേരളത്തിലെ മന്ത്രി പൊങ്കവന്മാരും ഉദ്യോഗസ്ഥന്മാരും വിദേശ രാജ്യങ്ങൾ പോലും സന്ദർശിച്ചു. അവർ അതിന്റെ കാരണങ്ങളും കണ്ടെത്തി. ഇന്ന് ഇവിടെ ശാസ്ത്രജ്ഞനും ഇവിടുത്തെ ഇടതുപക്ഷ പ്രതിനിധിയും പറഞ്ഞ മാതിരിയില് കേരളത്തിലെ ഇത്തരം ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ കേരളത്തിലെ നഗരങ്ങളിലെ ഓടകൾ അത് ഉൾക്കൊള്ളാവുന്ന തരത്തിലേക്ക് വികസിച്ചിട്ടില്ല. കയ്യേറ്റവും പ്രകൃതി ചൂഷണവും വനനശീകരണവും ക്വാറി നിർമ്മാണവും കേരളത്തിന്റെ പ്രകൃതി ദുരന്തങ്ങൾക്ക് ആക്കം കൂട്ടുന്ന പ്രവർത്തനങ്ങളാണ്. മേലിൽ ഇത്തരമൊന്നും ആവർത്തിക്കില്ലെന്ന് മാത്രമല്ല, റൂം ഫോർ റിവർ എന്ന ഒരു പുതിയ പദവും നമ്മൾ കേട്ടു. ജലത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിലേക്ക് നദികൾ വികസിപ്പിക്കുക, ഓടകളും മറ്റും കൂടുതൽ വൈഡൻ ചെയ്തുകൊണ്ട് നഗരത്തിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം അത് ഏറ്റവും പെട്ടെന്ന് കടലുകളിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, നദികളുടെ അഴിമുഖത്തടിഞ്ഞിരിക്കുന്ന മണ്ണും എക്കലും ചളിയും പോലുള്ള പ്രവർത്തനങ്ങളെ ഉടൻ തന്നെ മാറ്റിക്കൊണ്ട് സ്വതന്ത്രമായി ജലനിർഗമന മാർഗങ്ങൾ ആവിഷ്കരിക്കും. ഇതായിരുന്നു നമ്മുടെ മുമ്പിലുള്ള പ്രഖ്യാപനങ്ങൾ. 2024 എത്തുമ്പോൾ നാം ചർച്ച ചെയ്യേണ്ടത് ഈ പ്രഖ്യാപനങ്ങളും ആഹ്വാനങ്ങളും വിലയിരുത്തലുകളും ഇന്ന് എവിടെയാണ് എത്തിയിരിക്കുന്നത്? നിത്യനിദാന ചെലവിന് ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും വികസന പ്രവർത്തനങ്ങളിലും ആശുപത്രിയിൽ മരുന്ന് വാങ്ങിക്കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന ഒരു സർക്കാർ. ഇവിടെ എന്ത് അവകാശവാദമാണ് എന്റെ സഹപ്രവർത്തകന്മാർ ഉന്നയിക്കുന്നത് എന്ന് എനിക്കറിയില്ല. പൂർവകാല മഴ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മുടക്കാൻ പണമില്ല. ഒരു പ്രാദേശിക ഭരണകൂടത്തിന്റെ കയ്യിൽ പോലും അതിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഓടകൾ മണ്ണും ചളിയും കൊണ്ട് അടിഞ്ഞു കിടക്കുന്നു. തിരുവനന്തപുരം പോലുള്ള നഗരങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ഏകോപനമില്ല. അവിടെ നിന്നും ജലനിർഗമന മാർഗങ്ങൾ ഒന്നുപോലും തുറന്നിട്ടില്ല. അതിനുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നില്ല. ഏകോപനത്തിന്റെ കാര്യത്തിലും സർക്കാർ ഒരുപാട് പുറകോട്ട് പോയി. പാടങ്ങൾ മണ്ണിട്ട് നികത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഒരു കുറവും ഉണ്ടായിട്ടില്ല. ക്വാറികളും റിസോർട്ടുകളും മലയിടിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം അൻവറിനെ പോലെ, അന്തരിച്ചുപോയ തോമസ് ചാണ്ടിയെ പോലെ, രാജേന്ദ്രനെ പോലെ, മണിയാശാനെ പോലെ പ്രകൃതിയോട് മല്ലിടിച്ചുകൊണ്ട് സ്വന്തം കുടുംബ സ്വത്തും സ്വന്തം ആസ്തി വരുമാനവും വർദ്ധിപ്പിക്കാൻ വെമ്പൽ കൊള്ളുന്ന
അത്യാർത്തിയുള്ള ഭരണത്തെ നിയന്ത്രിക്കുന്ന കക്ഷികൾ ഉള്ളിടത്തോളം കാലം ഇതൊക്കെ കേവലം ആഹ്വാനങ്ങളും പ്രഖ്യാപനങ്ങളും മാത്രമായിട്ട് അനുഭവിക്കേണ്ടി വരും. ഇവിടെ ഇപ്പോൾ ഉള്ള അനുഭവം എന്താണ് അനിൽ നമ്പ്യാരെ? ഈ പ്രളയാപ്ത പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാം, ശാസ്ത്രം വളർന്നിരിക്കുന്നു, വികസിച്ചിരിക്കുന്നു. 2018 ദുരന്തത്തെ കുറിച്ച് നമുക്ക് മുന്നറിവുണ്ടായിരുന്നില്ല, അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് നമുക്ക് തടിതപ്പാം. പക്ഷെ 2018-നും 19-നും ശേഷം വളരെ കൃത്യമായിട്ട് ഈ വർഷം ആദ്യം തന്നെ കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രമായാലും സംസ്ഥാനത്ത് അതിനെക്കുറിച്ച് പഠിക്കുന്നവരായാലും ശാസ്ത്രകാരന്മാരായാലും പ്രകൃതി പഠനത്തിലുള്ള ആളുകളും ഒക്കെ ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പ് ചൂണ്ടിക്കാണിച്ചു. ഈ തവണ ഉണ്ടായിരിക്കുന്ന അത്യുഷ്ണം അത് ഒരു പ്രതിഭാസമാണ് എന്ന് ശാസ്ത്രജ്ഞന്മാരും മറ്റുള്ളവരും ചൂണ്ടിക്കാണിച്ചു. എല്ലിനോ അതിനുശേഷം വരാൻ പോകുന്ന പ്രവർത്തനങ്ങൾ, ഈ വർഷത്തെ കേരളം നേരിടാൻ പോകുന്ന ജലക്കെടുതിയുടെ ആഴവും പരപ്പും വ്യാപ്തിയും വളരെ വളരെ കൃത്യമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ കേരളത്തെ, ഭരണകൂടത്തെയും പൊതുജനങ്ങളെയും അറിയിച്ചതാണ്. ചോദ്യം ഇതാണ്, അതിനെ പ്രതിരോധിക്കാൻ, അതിൽ നിന്നും ജനതയെ രക്ഷിക്കാൻ എന്ത് മുന്നൊരുക്കങ്ങളാണ് കേരളത്തിലെ ഭരണകൂടം ചെയ്തിരിക്കുന്നത്? പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് എന്ത് സഹായമാണ് കേരളത്തിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്? തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ടായപ്പോൾ നമുക്കറിയാം, കേന്ദ്രം അതിനു വേണ്ടിയുള്ള പദ്ധതികളും സഹായങ്ങളും പ്രഖ്യാപിക്കാൻ വേണ്ടി തയ്യാറായി. അതുപോലും ഉപയോഗപ്പെടുത്താൻ ഭരണകൂടത്തിന്റെ ആളുകൾ തയ്യാറാവുന്നില്ല. എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഈ വന്നതല്ല അനിൽ നമ്പ്യാരെ നമുക്ക് വരാനിരിക്കുന്നത്. ഒരുപക്ഷെ ഇതിന്റെ സാമ്പിൾ വെടിക്കെട്ടാവാം. ഇതിന്റെ അനുബന്ധമായിട്ട് കേരളത്തെ കാത്തിരിക്കുന്നത് എന്തൊക്കെയാണ് എന്നതിന്റെ ഭീതിജനകമായ ഒരു ചിത്രമാണ് എന്റെ മുമ്പിൽ ഇപ്പോഴും ഇരിക്കുന്നത്. മഴക്കാല പൂർവ്വ ശുചീകരണത്തെ കുറിച്ച് പ്രളയത്തിന് മുമ്പ് തന്നെ കേരളത്തിലെ ബന്ധപ്പെട്ടവർ പറഞ്ഞത് എന്താണ്? ഒരു വെള്ളക്കെട്ട്, ഓടകൾ കരകവിഞ്ഞൊഴുകുമ്പോൾ ഉണ്ടാകുന്ന ജലാശയങ്ങളും മനുഷ്യന്റെ കുടിവെള്ള സ്രോതസ്സുകളും മലിനീകരിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അത്യപകടകരമായ പ്രകൃതി ദുരന്തങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇത്തരം ഒരു ഓടകൾ നിറഞ്ഞു കവിഞ്ഞ് ജലാശയങ്ങളെ മുഴുവൻ മലിനീകരിക്കപ്പെട്ട് കുടിവെള്ള സ്രോതസ്സുകൾ പോലും ഇത്തരം അവസ്ഥയിലെത്തുമ്പോൾ ഞാൻ ഭയപ്പെടുന്നു, എന്റെ ഡോക്ടർ ജയരാജ്, ഇനി വരുന്ന 2-3 ദിവസത്തിനുള്ളിൽ കേരളത്തെ കാത്തിരിക്കുന്ന പകർച്ചവ്യാധികളെ നേരിടാൻ എന്ത് നടപടികളാണ് നമ്മുടെ മുമ്പിലുള്ളത്? കേരളത്തിലെ ആശുപത്രികളിൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടോ? അത്തരത്തിലുള്ള ഒരു ദുരന്തത്തെ അഭിമുഖീകരിക്കാവുന്ന തരത്തിലേക്കുള്ള മരുന്നുകളും സംവിധാനങ്ങളും കേരളത്തിലെ ആശുപത്രികൾ ഒരുക്കിയിട്ടുണ്ടോ? ഇനി ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് മഴക്കാലം, മൺസൂൺ ആരംഭിച്ചിട്ടില്ല. ഇത് വേനൽ മഴയാണ്. ഇത് വെറും സാമ്പിളാണ്. ഈ 30-നാണ് മഴക്കാലം തുടങ്ങാൻ പോകുന്നത്, മൺസൂൺ തുടങ്ങാൻ പോകുന്നത്. അടുത്ത 2 മാസം കഴിഞ്ഞ് ഓഗസ്റ്റിലേക്ക് എത്തുമ്പോഴത്തേക്കും ഇപ്പോൾ വന്നിരിക്കുന്നതിനേക്കാൾ ഭയാനകമായ, ഭീതിജനകമായ ഒരവസ്ഥയായിരിക്കും. 2018 വളരെ നിസ്സാരമാണ് എന്നുള്ള സൂചനയാണ് ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഇപ്പൊ നൽകുന്നത്. ചോദ്യം, ഇതിനൊക്കെ നേരിടാൻ നമ്മൾ എന്ത് മുന്നൊരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത്? അതിന് നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരെവിടെയാണ്? അതിന് നേതൃത്വം കൊടുക്കുന്ന മന്ത്രിമാരും മറ്റുള്ളവരും ഇപ്പോഴും എന്താ പറയുക, ഊരു ചുറ്റുകയും അവർ ആ തരത്തിലുള്ള സുഖവാസ കേന്ദ്രങ്ങൾ തേടി പോവുകയും ചെയ്യുമ്പോൾ കേരളത്തോട് അവർ പറയുന്നത് എന്താണ്? ഏതോ ഒരു സിനിമയിൽ ആരോ പറഞ്ഞ മാതിരി കാത്തോടണമേ എന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം കെട്ടിപ്പിടിച്ച് കരയാൻ മാത്രം വിധിക്കപ്പെട്ടവരാണ്. ഇത് ഒന്നുകൂടി ഞാൻ ചൂണ്ടിക്കാണിക്കും. ഈ ദുരന്തം എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രം ഒന്നുമല്ല ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യക്കകത്തും പുറത്തും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാറുണ്ട്. അത്തരം ദുരന്തങ്ങൾ നേരിടുന്നതിന് വേണ്ടിയുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ് ഒരു ഭരണകൂടത്തിന് ചെയ്യാനുള്ളത്. എന്റെ ചോദ്യം, കേരളം ഈ ഒരു അവസ്ഥയിലെ ഡിസാസ്റ്ററിനെ, ദുരന്തത്തെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടിയിട്ട് 2018 നിന്നും എന്തെങ്കിലും പാഠങ്ങൾ പഠിച്ചുവോ? കേരളത്തിലെ നിയമസഭ ഏതാണ്ട് 8.5 മണിക്കൂറോളം ചർച്ച ചെയ്തതായിട്ട് രേഖകളിൽ കാണുന്നു. ഉണ്ടായ പ്രവർത്തനങ്ങളെ കുറിച്ച് അവർ പറയുന്നു. ഒരു കാര്യം വ്യക്തമാണ്, ഏകോപനത്തിന്റെ കാര്യത്തിൽ കേരളം ഇപ്പോഴും പുറകിലാണ്. കേരളത്തിലെ ഇത്തരം ദുരന്തങ്ങൾ നേരിടുന്ന മുന്നൊരുക്കങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കാര്യത്തിൽ വിടുവായുത്വം പറയുക എന്നതിനപ്പുറത്തേക്ക് ജനപ്രതിനിധികളോ ഉദ്യോഗസ്ഥന്മാരോ വേണ്ടത്ര മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടില്ല. മുന്നൊരുക്കങ്ങൾ നടത്താൻ ഉദ്യോഗസ്ഥ ഭാഗം തയ്യാറായാൽ പോലും അതിനാവശ്യമായ സാമ്പത്തിക സമാഹരണത്തിനോ അത് നൽകാനുള്ള സംവിധാനങ്ങളോ നമ്മുടെ കയ്യിലില്ല. കേരളത്തിലെ ആളുകൾക്കും നേതൃത്വം കൊടുക്കുന്നവർക്കും അതൊന്നും പരിഹരിക്കുന്നതിനോ അത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിനോ അല്ല. നമ്മൾ സ്വയം പ്രതിരോധിക്കുകയും ഓരോരുത്തരും അവനവന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോൾ ഒരു ഭരണകൂടം തന്നെ അപ്രസക്തമാവുന്നു എന്നുള്ള ചിന്തയാണ്, എന്നുള്ള അവസ്ഥയാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. ആർക്കും ആരോടും ഒരു ഉത്തരവാദിത്വവുമില്ല, ആർക്കും ആരോടും ഒരു പ്രതിബദ്ധതയുമില്ല. അവനവന്റെ കാര്യം അവനവൻ നോക്കുന്നു. മന്ത്രിമാർ അവരുടെ കാര്യം നോക്കുന്നു, അവരുടെ കുടുംബത്തെയും കൊണ്ട് ഊരിയിട്ടുന്നു, വിദേശത്ത് പോകുന്നു. ഉദ്യോഗസ്ഥന്മാരാവട്ടെ തങ്ങൾ എന്തൊക്കെ അരുതായ്മയാണോ ഉള്ളത് ആ അരുതായ്മകൾ വിടുവരെ ചെയ്യുന്നു. ഞാൻ അതിനോട് കണക്ട് ചെയ്ത് പറയുകയല്ല. ഗുണ്ടകളെ പ്രതിരോധിക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഗുണ്ടകളുടെ സേവനം പറ്റി അവരുടെ പരിപാടികളിൽ പങ്കെടുക്കുന്നു. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും പ്രകൃതിയെ ആക്രമിക്കുന്നതിൽ നിന്നും പ്രതിരോധിക്കേണ്ട മന്ത്രിമാരും MLA മാരും
അൻവറിനെ പോലെയും ചാണ്ടിയെ പോലെയും മണിയെ പോലെയും ഉള്ളവർ പ്രകൃതിയെ കാർന്നു തിന്നുന്ന ക്യാൻസറുകളായി മാറുന്നു. എവിടെയാണ് നമുക്ക് പ്രതീക്ഷയുള്ളത്? അതുകൊണ്ട് കേരളം വരാൻ പോയി അഭികരിക്കാൻ പോകുന്നത് വന്നതിനേക്കാൾ വലിയ ഡോസാണ്. ഞാൻ ഡോക്ടർ ജയരാജനോടും എന്റെ കോൺഗ്രസ് പ്രതിയോടും പറയുന്നത്, വന്നതൊരു പാഠമാക്കി എടുത്തുകൊണ്ട് ഇനിയെങ്കിലും ഉത്തരവാദപ്പെട്ടവർ കണ്ണു തുറക്കുമോ എന്നുള്ള അതിഭീകരമായ ഒരു ഭാവി ചോദ്യചിഹ്നമാണ് എന്റെ മുമ്പിൽ കാണുന്നത്. വന്നതിനേക്കാൾ ഞാൻ ഭയക്കുന്നത് വരാനിരിക്കുന്നതിന്റെ ഭീതിയാണ്. അതിനെ പ്രതിരോധിക്കാണ് നേതൃത്വം കൊടുക്കാവുന്ന ഒരു തലമുറ, ഒരു ഉദ്യോഗസ്ഥ വൃന്ദം, ഭരണകൂടം കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നത്. യെസ്, മാഷുടെ ആശങ്ക ഞങ്ങളും പങ്കുവയ്ക്കുന്നു. നമുക്ക് നവകേരള സദസ്സ് നടത്താൻ പണമുണ്ട്, കേരളീയം നടത്താൻ പണമുണ്ട്, ലോക കേരള സഭ നടത്താനും കോടികളുണ്ട്. പക്ഷേ മഴക്കാല പൂർവ്വ ശുചീകരണ യജ്ഞത്തിന് പണമില്ല.